മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മിറാജിന്റെ രാത്രിയിൽ മുത്തുനബിയും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖ് എന്ന ഒരത്ഭുത വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഒരു വല്ലാത്ത സുഗന്ധം. ഓ ജിബ്രീലെ, എവിടുന്നാണ് ഈ മണം അടിച്ചു വീശുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ആ ഖബറിൽ നിന്നാണ്. ആരുടെ ഖബറാണത്? നബി തങ്ങൾ വീണ്ടും ചോദിച്ചു. മാഷിത ബീവി എന്നൊരടിമ പെണ്ണിന്റെയും 3 മക്കളെയും ഖബറാണത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. കൂട്ടുകാരെ, ഇനിയാണ് എന്റെ കഥ തുടങ്ങുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിക്കുന്ന ധിക്കാരിയായ ഫിറഔനിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഒരടിമ പെണ്ണുണ്ടായിരുന്നു, പേര് മാഷിദ. ഒരിക്കൽ മാഷിദ ബീവി ബിസ്മി ചൊല്ലുന്നത് ഫിറഔൻ കേൾക്കാനിടയായി. ഫിറഔൻ പറഞ്ഞു, ഹേ മാഷിദ, ഞാനാണ് നിന്റെ റബ്ബ്. മാഷിദ ബീവി പിന്തിരിഞ്ഞില്ല. അവസാനം മാഷിദ ബീവിയെയും 3 പിഞ്ചുമക്കളെയും കൊന്നുകളയാൻ ഫിറഔൻ തീരുമാനിച്ചു. ഒരു വലിയ തീക്കുണ്ടാരം പണിതു. അതിൽ ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. എന്നിട്ട് ഫിറഔൻ ചോദിച്ചു, ഹേ മാഷിദ, ഇത് നിന്റെ മക്കൾക്കുള്ളതാണ്. നീ പിന്മാറുന്നോ? ഇല്ല, മാഷിദ ബീവി ഉറപ്പിച്ചു പറഞ്ഞു. മാഷിദ ബീവിയുടെ പിഞ്ചുമക്കളെ ഓരോരുത്തരെയായി തിളക്കുന്ന എണ്ണയിലേക്ക് എറിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിദ ബീവി പറഞ്ഞു, മോളെ, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവസാനം മാഷിദ ബീവിയെ തിളക്കുന്ന എണ്ണയിലേക്ക് എറിയുമ്പോൾ മാഷിദ ബീവി പറഞ്ഞു, എന്റെയും എന്റെ 3 മക്കളെയും ഒരു ഖബറിൽ തന്നെ മറവ് ചെയ്യണം. ആ ഖബറാണ് നബിയെ ഇത്. ലോക അവസാനം വരെ ഇതിൽ നിന്ന് പരിമളം വീശിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.